അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ശക്തമായ നിലാവുള്ള രാത്രിയിൽ പകലായോ എന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ പുറത്തേക്കിറങ്ങി ഖബർസ്ഥാനിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഖബറിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ഓടുന്നു. അദ്ദേഹത്തിന്റെ കാലിൽ ചെങ്ങല ബന്ധിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലും ചെങ്ങല ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ചെങ്ങലയും വലിച്ച് അദ്ദേഹം ഓടുകയാണ്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ ഖബറിൽ നിന്ന് മറ്റൊരാൾ കൂടെ എഴുന്നേറ്റു. എന്നിട്ട് ഈ ചെങ്ങലയുടെ ഒരു തല വലിച്ച് ആ ഓടിയ ആളെ പിടിച്ചു വെച്ച് ഖബറിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോയിട്ടു. ഞാൻ ഈ രംഗം കണ്ട് അത്ഭുതത്തോടു കൂടെ അങ്ങനെ നോക്കി. പെട്ടെന്ന് ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഭീകരമായി അടിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു. ഞാൻ പേടിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഖബറിൽ നിന്നും ഒരു നിലവിളി കേൾക്കുന്നു. ഓ, എന്നെ രക്ഷിക്കൂ, എന്നെ എന്തിനാണ് തല്ലുന്നത്? വലം അക്കു ഉസല്ലി, ഞാൻ നിസ്കരിച്ചിട്ടില്ലായിരുന്നോ? വലം അക്കുൻ അഗ്തസിലു മിനൽ ജനാബത്തി, ഞാൻ ജനാബത്തിൽ നിന്നും കുളിച്ചിട്ടില്ലായിരുന്നോ? വലം അക്കുൻ അസൂമു, ഞാൻ നോമ്പ് തൊട്ടിട്ടില്ലായിരുന്നോ? പിന്നെ എന്തിനാണ് എന്നെ തല്ലുന്നത് എന്ന് അദ്ദേഹം നിലവിളി ശബ്ദത്തിൽ അദ്ദേഹം അലറി ഒച്ച വിളിക്കുകയാണ്. ആ സമയത്ത് മറ്റയാൾ പറയുന്നു, അതെ, നീ നിസ്കരിച്ചിരുന്നു, നീ ജനാബത്തിൽ നിന്ന് കുളിച്ചിരുന്നു, നീ നോമ്പനുഷ്ഠിച്ചിരുന്നു, പക്ഷേ നീ രഹസ്യമായി തെറ്റുകൾ ചെയ്തിരുന്നു. നീ രഹസ്യമായി തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു നിന്നെ നിരീക്ഷിക്കുന്നു എന്നൊരു ചിന്തനയ്ക്കില്ലായിരുന്നു, അള്ളാഹുവിൽ പേടി നിൽക്കില്ലായിരുന്നു. നീ രഹസ്യമായിരിക്കുമ്പോൾ ആരും കാണാതിരിക്കുന്ന സമയത്ത് നീ തെറ്റുകളിൽ മുഴുകിയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രഹസ്യമായിരിക്കുന്ന സമയത്ത് റബ്ബിന് തഖ്വയോടുകൂടെ നമ്മൾ അള്ളാഹു കാണുന്നു എന്ന ചിന്തയോടുകൂടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ അധിക ആളുകളും രഹസ്യമായ സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മൊബൈലിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ ആയിരിക്കും ചെലവഴിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സദാസമയം റബ്ബ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിശ്ചയമായും നിന്റെ രക്ഷിതാവ് നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പരിശുദ്ധമായ ഖുർആൻ വചനം എപ്പോഴും നമ്മുടെ മനസ്സിരുത്തി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ അധിക സമയവും നമ്മൾ കൃത്യമായി ചെലവഴിക്കുന്നത് മൊബൈലിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇന്റർനെറ്റിലും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ രഹസ്യമായ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തമില്ലാത്ത ഒരു വീഡിയോസും നമ്മൾ കാണാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു സൈറ്റിലും നമ്മൾ അബദ്ധ സഞ്ചാരം നടത്താൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരാളുമായി നമ്മൾ ബന്ധം പുലർത്താൻ പാടില്ല. എപ്പോഴും റബ്ബിനെ ഓർത്ത് അള്ളാഹുവിനെ പേടിച്ച്, ദുനിയാവിൽ മാത്രമല്ല ജീവിതം, നാളെ റബ്ബ് ആഖിറത്തിൽ നമ്മളെ പിടികൂടുമെന്നും ദുനിയാവിൽ തന്നെ ഖബറിൽ വെച്ചുകൊണ്ടും നമ്മൾ പിടികൂടുമെന്നും നമ്മൾ ഓർത്ത് നമ്മുടെ രഹസ്യമായ ജീവിതത്തെ നമ്മൾ നല്ല രൂപത്തിൽ ചെലവഴിച്ച് റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു തആല ആഖിറത്തിലും ദുനിയാവിലും രക്ഷപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ രഹസ്യ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.